പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 40 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. റൂത്ത് ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു? എ. ഇസ്രായേൽ, ബി. യഹൂദ, സി. അമ്മോന്യ, ഡി. മൊവാബ്യ. ഉത്തരം ഡി. മൊവാബ്യ. ചോദ്യം 2. റൂത്തിൻ്റെ ഭർത്താവ് ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? എ. അമ്മോന്യ, ബി. മൊവാബ്യ, സി. ഇസ്രായേൽ, ഡി. അമലേക്യ. ഉത്തരം സി. ഇസ്രായേൽ. ചോദ്യം 3. റൂത്തിൻ്റെ അമ്മായിയമ്മയുടെ പേരെന്ത്? എ. സലോമി, ബി. നവോമി, സി. എലീശ, ഡി. സാറ. ഉത്തരം ബി. നവോമി. ചോദ്യം 4. ആമുഖത്തിൽ റൂത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ. സുഹൃതിനിയും വിശ്വസ്തയും, ബി. വിവേകമതിയും നന്മ നിറഞ്ഞവളും, സി. വിശുദ്ധയും ദൈവഭയമുള്ളവളും, ഡി. വിവേകിയും വിശ്വസ്തയും. ഉത്തരം എ. സുഹൃതിനിയും വിശ്വസ്തയും. ചോദ്യം 5. ജെറുസലേമിൽ റൂത്ത് ആരുടെ ഭാര്യയായി? എ. ബോവാസിൻ്റെ, ബി. മഹ്ലോൻ്റെ, സി. കിലിയോൻ്റെ, ഡി. പേരസിൻ്റെ. ഉത്തരം എ. ബോവാസിൻ്റെ. ചോദ്യം 6. ആമുഖത്തിൽ ബോവാസിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ. ശക്തനും സമർത്ഥനും, ബി. റൂത്തിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനും, സി. ധീരനും ദൈവഭക്തനും, ഡി. വിവേകിയും വിശുദ്ധനും. ഉത്തരം ബി. റൂത്തിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനും. ചോദ്യം 7. അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. ആരുടെ പേര്? എ. സലോമിയുടെ, ബി. നവോമിയുടെ, സി. റൂത്തിൻ്റെ, ഡി. ഓർഫായുടെ. ഉത്തരം സി. റൂത്തിൻ്റെ. ചോദ്യം 8. റൂത്തിൻ്റെ പേര് ആരുടെ വംശാവലിയിൽ ഉൾപ്പെട്ടു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്? എ. ദാവീദിൻ്റെ, ബി. അബ്രാഹത്തിൻ്റെ, സി. മോശയുടെ, ഡി. യേശുവിൻ്റെ. ഉത്തരം ഡി. യേശുവിൻ്റെ. ചോദ്യം 9. ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്ത യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ആരാണ്? എ. കിലിയോൻ, ബി. ബോവാസ്, സി. മഹ്ലോൻ, ഡി. എലിമെലക്ക്. ഉത്തരം ഡി. എലിമെലക്ക്. ചോദ്യം 10. എലിമെലക്ക് മൊവാബ് പ്രദേശത്തേക്ക് കുടിയേറിപ്പാർക്കാൻ കാരണമെന്ത്? എ. നാട്ടിൽ നിന്ന് പുറത്താക്കിയതിനാൽ, ബി. ആഭ്യന്തര യുദ്ധം കാരണം, സി. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ, ഡി. ശത്രുക്കളെ ഭയന്ന്. ഉത്തരം സി. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ. ചോദ്യം 11. മഹ്ലോൻ്റെയും കിലിയോൻ്റെയും മാതാപിതാക്കൾ ആര്? എ. എൽഖാനയും ഹന്നയും, ബി. എലിമെലക്കും നവോമിയും, സി. റൂത്തും ബോവാസും, ഡി. സാമുവലും പെനീനായും. ഉത്തരം ബി. എലിമെലക്കും നവോമിയും. ചോദ്യം 12. നവോമിയുടെ പുത്രന്മാർ ആരെല്ലാം? എ. മഹ്ലോനും കിലിയോനും, ബി. ഹോഹ്നിയും ഫിനെഹാസും, സി. ബോവാസും സാമുവേലും, ഡി. ജോഷയും കാലബും. ഉത്തരം എ. മഹ്ലോനും കിലിയോനും. ചോദ്യം 13. പൂരിപ്പിക്കുക. അവൻ്റെ പേര് എലിമെലക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കിലിയോനും, അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ്. എ. എഫ്രാത്യരായിരുന്നു, ബി. മൊവാബ്യരായിരുന്നു, സി. അഭയാർത്ഥികളായിരുന്നു, ഡി. കുടിയേറ്റക്കാരായിരുന്നു. ഉത്തരം എ. എഫ്രാത്യരായിരുന്നു. ചോദ്യം 14. എവിടെ താമസിക്കുന്ന കാലത്താണ് നവോമിയുടെ ഭർത്താവ് എലിമെലക്ക് മരിച്ചത്? എ. യൂദയായിൽ, ബി. മൊവാബിൽ, സി. ബെത്ലഹേമിൽ, ഡി. റാമായിൽ. ഉത്തരം ബി. മൊവാബിൽ. ചോദ്യം 15. നവോമിയുടെ മരുമക്കൾ ആരെല്ലാം? എ. സാറ റൂത്ത്, ബി. ഹന്ന റൂത്ത്, സി. ഓർഫ റൂത്ത്, ഡി. പെനീന റൂത്ത്. ഉത്തരം സി. ഓർഫ റൂത്ത്. ചോദ്യം 16.
എത്ര വർഷമാണ് നവോമിയും കുടുംബവും മോവാബിൽ താമസിച്ചത്? എ 5 വർഷം, ബി 8 വർഷം, സി 11 വർഷം, ഡി 10 വർഷം. ഉത്തരം ഡി 10 വർഷം. ചോദ്യം 17. മരണത്തിലൂടെ നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു? എ അമ്മയെയും മരുമക്കളെയും, ബി റൂത്തും ഓർഫയെയും, സി പിതാവിനെയും മക്കളെയും, ഡി ഭർത്താവും പുത്രന്മാരും. ഉത്തരം ഡി ഭർത്താവും പുത്രന്മാരും. ചോദ്യം 18. നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനുള്ള കാരണമെന്ത്? എ മക്കൾ മരിച്ചതുകൊണ്ട്, ബി ഭർത്താവ് മരിച്ചതുകൊണ്ട്, സി കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്, ഡി മരുമക്കൾ നിർബന്ധിച്ചതുകൊണ്ട്. ഉത്തരം സി കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. ചോദ്യം 19. നവോമി താൻ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടി പുറപ്പെട്ട് ആദ്യം എത്തിച്ചേർന്ന സ്ഥലം ഏത്? എ ബെത്ലഹേമിൽ, ബി യൂദായിലേക്കുള്ള വഴിയിൽ, സി ജെറുസലേമിൽ, ഡി റാമായിൽ. ഉത്തരം ബി യൂദായിലേക്കുള്ള വഴിയിൽ. ചോദ്യം 20. ആര് ആരോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ, മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ? എ നവോമി മരുമക്കളോട്, ബി നവോമി മക്കളോട്, സി നവോമി ഭൃത്യന്മാരോട്, ഡി നവോമി സഹോദരരോട്. ഉത്തരം നവോമി മരുമക്കളോട്. ചോദ്യം 21. എന്തിനു വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത്? എ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ, ബി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, സി യാത്ര ശുഭകരമാക്കാൻ വേണ്ടി, ഡി ഐശ്വര്യത്തിന് വേണ്ടി. ഉത്തരം എ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. ചോദ്യം 22. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവോമി എന്താണ് ചെയ്തത്? എ മരുമക്കളെ അനുഗ്രഹിച്ചു, ബി മരുമക്കളെ ചുംബിച്ചു, സി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഡി മരുമക്കളെ യാത്രയാക്കി. ഉത്തരം ബി മരുമക്കളെ ചുംബിച്ചു. ചോദ്യം 23. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നവോമി പറഞ്ഞപ്പോൾ മരുമക്കളുടെ പ്രതികരണം എന്തായിരുന്നു? എ അവർ നവോമിക്ക് നന്ദി പറഞ്ഞു, ബി അവർ മൗനം അവലംബിച്ചു, സി അവർ പൊട്ടിക്കരഞ്ഞു, ഡി ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞു. ഉത്തരം അവർ പൊട്ടിക്കരഞ്ഞു. ചോദ്യം 24. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ഇവിടെ അവർ എന്ന് പറയുന്നത് ആരെല്ലാം? എ റൂത്ത് ബോവാസ്, ബി മഹ്ലോനും കിലിയോനും, സി ഓർഫ ഹന്ന, ഡി ഓർഫ റൂത്ത്. ഉത്തരം ഡി ഓർഫ റൂത്ത്. ചോദ്യം 25. എന്തു പറഞ്ഞുകൊണ്ടാണ് നവോമി മരുമക്കളെ തിരിച്ചു പോകാൻ നിർബന്ധിക്കുന്നത്? എ നാട്ടുകാർ നിങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ബി എനിക്ക് നിങ്ങളെ പോറ്റാൻ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സി നിങ്ങൾ വിജാതീയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഡി നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? ഉത്തരം ഡി നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ. ചോദ്യം 26. റൂത്ത് അധ്യായം 1 എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 19, ബി 20, സി 22, ഡി 23. ഉത്തരം സി 22. ചോദ്യം 27. എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? എ റൂത്തിൻ്റെ, ബി നവോമിയുടെ, സി ഹന്നായുടെ, ഡി ഓർഫായുടെ. ഉത്തരം ബി നവോമിയുടെ. ചോദ്യം 28. ആര് ആരോട് പറഞ്ഞു? അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? എ നവോമി തൻ്റെ മരുമക്കളോട്, ബി റൂത്ത് നവോമിയോട്, സി നവോമി റൂത്തിനോട്, ഡി നവോമി മക്കളോട്. ഉത്തരം എ നവോമി തൻ്റെ മരുമക്കളോട്. ചോദ്യം 29. നവോമിയെ പിരിഞ്ഞുപോയ മരുമകൾ ആര്? എ ഓർഫ, ബി റൂത്ത്, സി സൂസന്ന, ഡി അന്ന. ഉത്തരം എ ഓർഫ. ചോദ്യം 30. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്?
എ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്, ബി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്, സി ഭർത്താവിൻ്റെ അടുത്തേക്ക്, ഡി പുത്രൻ്റെ അടുത്തേക്ക്. ഉത്തരം ബി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ചോദ്യം 31. തന്നോട് എന്തു പറയരുതെന്നാണ് റൂത്ത് നവോമിയോട് ആവശ്യപ്പെടുന്നത്? എ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാൻ, ബി വീണ്ടും വിവാഹം കഴിക്കാൻ, സി അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ, ഡി അന്യദേവന്മാരെ ആരാധിക്കാൻ. ഉത്തരം സി അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ. ചോദ്യം 32. അധ്യായവും വാക്യവും എഴുതുക. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. എ റൂത്ത് 1:19, ബി റൂത്ത് 1:16, സി റൂത്ത് 1:18, ഡി റൂത്ത് 1:17. ഉത്തരം ഡി റൂത്ത് 1:17. ചോദ്യം 33. തന്നെ പിരിഞ്ഞു പോകാൻ നവോമി റൂത്തിനെ പിന്നീട് നിർബന്ധിക്കാതിരുന്ന സാഹചര്യം എന്ത്? എ റൂത്ത് തനിക്കൊരു തുണയാകും എന്ന് കരുതിയതുകൊണ്ട്, ബി റൂത്തിനോടുള്ള സ്നേഹം നിമിത്തം, സി റൂത്തിനോടുള്ള ഭയം നിമിത്തം, ഡി അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടതുകൊണ്ട്. ഉത്തരം ഡി അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടതുകൊണ്ട്. ചോദ്യം 34. മൊവാബിൽ നിന്ന് പുറപ്പെട്ട നവോമിയും റൂത്തും എവിടെയാണ് എത്തിച്ചേർന്നത്? എ യൂദയായിൽ, ബി ജെറുസലേമിൽ, സി ബെത്ലഹേമിൽ, ഡി ഗാസയിൽ. ഉത്തരം സി ബെത്ലഹേമിൽ. ചോദ്യം 35. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ ഭാഗ്യപ്പെട്ടവൾ, ബി ദൈവം തിരഞ്ഞെടുത്തവൾ, സി സന്തുഷ്ട, ഡി വിശ്വസ്ത. ഉത്തരം സി സന്തുഷ്ട. ചോദ്യം 36. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തു പേര് വിളിക്കാനാണ് നവോമി ആവശ്യപ്പെടുന്നത്? എ മാറ, ബി ദെബോറ, സി താമാർ, ഡി ദിന. ഉത്തരം എ മാറ. ചോദ്യം 37. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി. തുടർന്നു വരുന്ന വാക്യം ഏത്? എ ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു, ബി കർത്താവ് എന്നെ വെറും കൈയോടെ തിരിച്ചയച്ചു, സി ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ പറഞ്ഞയച്ചു, ഡി ഇപ്പോൾ കർത്താവ് എന്നെ ഇവിടേക്ക് തിരിച്ചയച്ചു. ഉത്തരം എ ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ചോദ്യം 38. പൂരിപ്പിക്കുക. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ ഡാഷ് എന്ന് വിളിക്കുന്നു? എ മാറ, ബി നവോമി, സി ഭാഗ്യവതി, ഡി നന്മ നിറഞ്ഞവൾ. ഉത്തരം ബി നവോമി. ചോദ്യം 39. എപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത്? എ വേനൽക്കാലത്ത്, ബി വയലിൽ കൃഷി ഇറക്കുന്ന സമയത്ത്, സി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ഡി മഴക്കാലത്ത്. ഉത്തരം സി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 40. റൂത്ത് അധ്യായം 1-ന്റെ രണ്ടാമത്തെ ശീർഷകമെന്ത്? എ ബോവാസിൻ്റെ മെതിക്കളത്തിൽ, ബി എലിമെലെക്കും കുടുംബവും മൊവാബിൽ, സി റൂത്ത് ബോവാസിൻ്റെ വയലിൽ, ഡി നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ഉത്തരം ഡി നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക. റൂത്ത് 1:6. ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. തുടർന്ന് ഓൺലൈൻ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. വീഡിയോയുടെ താഴെയായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലോഗോസ് ക്വിസിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇതാണ്: www.logosquiz2026.in. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിലെത്തുന്നു. വെബ്സൈറ്റിൽ റൂത്ത് എന്നൊരു ലിങ്ക് കാണാം. റൂത്ത് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പേജിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഓൺലൈൻ ടെസ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അധ്യായം 1 എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ
ഓൺലൈൻ ടെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി ഇവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാം. തുടർന്ന് സ്റ്റാർട്ട് ക്വിസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ടെസ്റ്റിനുള്ള പേജ് ഓപ്പണായി. ഇനി നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൊവാബ്യ, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ്രായേൽ, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നവോമി, നാലാമത്തെ ചോദ്യത്തിന് നമുക്ക് തെറ്റായ ഒരു ഉത്തരം കൊടുത്തു നോക്കാം. അതുപോലെ അഞ്ചാമത്തെ ചോദ്യത്തിനും നമുക്ക് തെറ്റായ ഒരു ഉത്തരം കൊടുത്തു നോക്കാം. ഇങ്ങനെ തുടർന്ന് അവസാനത്തെ ചോദ്യം വരെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു റിസൾട്ട് വരും. ഇവിടെ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് കാണാം. ഇവിടെ 40 ചോദ്യത്തിൽ ആകെ 5 എണ്ണമാണ് അറ്റൻഡ് ചെയ്തത്. അതിൽ 3 എണ്ണം ശരിയായി, 2 എണ്ണം തെറ്റിപ്പോയി. 8% മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 35 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് തെറ്റിപ്പോയതിലേക്ക് നോക്കാം. ഇവിടെ ഈ തെറ്റിപ്പോയത് 4ാമത്തേതിലാണ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സുഹൃത്തിനെയും വിശ്വസ്തയുമാണ് കറക്റ്റ് ആൻസർ. അതേപോലെ ഇവിടെ ഷോ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയായ ഉത്തരം ബോവാസിൻ്റെ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതേ ടെസ്റ്റ് തന്നെ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോലെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും ഈ ഓൺലൈൻ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ കിട്ടിയ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു. All the best.